അപ്പോൾ എങ്ങനെയാണ് ഈ ഡൈഎത്തിലിൻ ഗ്ലൈക്കോളും എത്തിലിൻ ഗ്ലൈക്കോൾ പോലത്തെ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന സോൾവെൻറ്റ് നമ്മുടെ കഫ് സിറപ്പിൽ വരുന്നത്? അത് ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ചെക്കിങ് വേണം. അതായത് ഇതൊരു മരുന്നിൻ്റെ പ്രശ്നമല്ല, മരുന്നുണ്ടാക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പം സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ചെക്കിങ്ങും അങ്ങനെ ആർക്കും ലൈസൻസ് കൊടുക്കാതെ ഒരു സ്ട്രിക്റ്റ് റെഗുലേഷൻ ഉണ്ടെങ്കിൽ നമുക്കിതൊരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല. ഇത് ഉസ്ബെക്കിസ്ഥാൻ അങ്ങനത്തെ സ്ഥലങ്ങൾ, കാമറൂൺ അങ്ങനത്തെ സ്ഥലത്ത് ഇത് നടന്നിട്ടുണ്ട്. അതുകൂടാതെ ജമ്മുവിൽ 2020 ഇതുപോലെ തന്നെ കണ്ടാമിനേഷൻ നടന്നിട്ട് കോഫ് സിറപ്പ് കുടിച്ച് പിള്ളേരുടെ മരണം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ട്രിക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്ന മാർഗ്ഗം മാത്രമേ ഉള്ളൂ. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സ്ട്രിക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നതിനാണ്. അതുകൂടാതെ ആസ് എ ഡോക്ടേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ട്രസ്റ്റ് ചെയ്യുന്ന ബ്രാൻഡിൻ്റെ മരുന്ന് എഴുതാൻ നോക്കുക. മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ കണ്ടൻറ്റ് വായിച്ച് നോക്കുക. അതുമാത്രമല്ല, ഒരു ചെറിയ ചുമയ്ക്ക് പോലും ചുമയുടെ സിറപ്പ് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഇങ്ങനെ കുറച്ചൊരു ചെക്ക് മെക്കാനിസം ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഒരു ദുരിതം ഇനിയും വരാതെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.